ആ ദിവസങ്ങളിൽ കേട്ടൊരു കരക്കമ്പി ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല കരക്കമ്പി അല്ലല്ല എന്ന് പറഞ്ഞാൽ ഈ ബിനീഷ് കോടിയേരി കേസ് ഉണ്ടാകുമ്പോൾ പാർട്ടി ആ ഘട്ടത്തിൽ ബിനീഷിനൊപ്പം കട്ടയ്ക്ക് നിന്നില്ല, കൂടെ നിന്നില്ല. ആ ചർച്ചകൾ എല്ലാ ചാനലും ചർച്ച ഉള്ളതാണ്. അല്ല കരക്കമ്പി ഇനി വരാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അപ്പം അന്ന് 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 അതിലെ ബിനീഷിന്റെ ആ ഒരു ദേഷ്യം അമർഷം വീണയ്ക്കെതിരായ പരാതിയിൽ ഷോണിലൂടെ പ്രവർത്തിച്ചു എന്നൊരു കരക്കമ്പി കേട്ടതാണ്. ഞാനൊരു കാര്യം ഞാൻ മുമ്പേ പറഞ്ഞൊരു ചരിത്രത്തിൽ 2003 മുതലുള്ള രാഷ്ട്രീയ ചരിത്രം എടുത്ത 2023 വരെയുള്ള 20 വർഷത്തിനിടയിൽ ഞങ്ങളുടെ രാഷ്ട്രീയപരമായ മറ്റ് കാര്യങ്ങൾ രാഷ്ട്രീയപരമായ എല്ലാ പരാജയത്തിൻ്റെ പുറകിലും കൃത്യമായി പിണറായി വിജയനുണ്ടായിരുന്നു. 2021 ശേഷം വ്യക്തിപരമായി 3 പ്രാവശ്യം PC ജോർജിൻ്റെ അറസ്റ്റിന് മുമ്പിൽ കൃത്യമായി പിണറായി വിജയന് ബോധ്യമുണ്ട്. 2023 എനിക്കെതിരെ നടൻ ദിലീപിൻ്റെ സഹോദരൻ ഞാനും കൂടെ അന്വേഷണ സംഘത്തിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ എഫ്ഐആറുള്ള ചാർജ് ഇവിടെ JFMC3 എറണാകുളത്ത് ഫയൽ ചെയ്തിട്ടുണ്ട്. അറിഞ്ഞിട്ട് പോലുമില്ല കേസ്. താങ്കൾ ഈ പറയുന്ന വ്യാജ വാട്സാപ്പ് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ദിലീപ് വിരുദ്ധരുടെ കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് ദിലീപിനെ പൂട്ടണം എന്നൊരു വ്യാജ വാട്സാപ്പ് ഉണ്ടാക്കി ദിലീപിന്റെ സഹോദരൻ ഇട്ട് കൊടുത്തു എന്നാണ് കേസ്. അതെ അതിന് ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇത് ആരയച്ചെന്ന്. എൻ്റെ ഫോൺ എടുത്ത് നോക്കി നിങ്ങൾ എൻ്റെ രണ്ടാമത്തെ നമ്പർ, എൻ്റെ പബ്ലിക്കായിട്ടുള്ള നമ്പർ, എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറുണ്ട്. അതുകൂടാതെ ഒരു രണ്ടാമത്തെ നമ്പർ, ഒരു 1500 മുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിനകത്ത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സാധനം വന്നു, സൂക്ഷിക്കണം എന്ന് പറഞ്ഞാണ് എനിക്ക് മെസ്സേജ് വന്നത്. ഇങ്ങനെ ഒരു സാധനം വന്നു. ആരയച്ചാണ് അതെനിക്കറിയത്തില്ല. എനിക്ക് അയച്ചു തന്ന ആരാന്ന് ഞാനത് കൃത്യമായിട്ട് ദിലീപിൻ്റെ വക്കീൽ, അന്ന് ദിലീപ് ദിലീപേട്ടൻ അറസ്റ്റഡാണ്. ദിലീപിൻ്റെ വക്കീലിനും അനൂപിനും ഞാൻ അയച്ചു വന്നു. ഇതുപോലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത്. അപ്പം ആ സമയത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും അവർക്ക് ദോഷകരമായി വരുന്ന കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് അദ്ദേഹം നിരപരാധിയാണെന്ന് ബോധ്യമുണ്ടായിരുന്ന ക്രൈംബ്രാഞ്ചിനെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അതാണ് അതുകൊണ്ടാണ് എനിക്കത് ചാർജ് കൊടുത്തത്. ഇപ്പം ഞാനാ പ്രതി. ഇപ്പോൾ ഒരു നമ്പറിൽ നിന്ന് വാട്സാപ്പിലേക്ക് ഷോൺ അയച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഉണ്ടോ അവിടെ? ഇല്ല, അവർക്ക് കിട്ടിയിട്ടില്ല. അല്ല, അത് ഫോണിലുണ്ടല്ലോ. എൻ്റെ ഫോണിൽ എങ്ങനെ കിടക്കും ഈ സാധനം? അത് കിടക്കില്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെ കിടക്കും? 1500 വാട്സപ്പ് ഗ്രൂപ്പുള്ള സാധനത്തിന് ഏറ്റവും കുറഞ്ഞൊരു 3 ദിവസത്തിനിടയിലെങ്കിലും എൻ്റെ വാട്സപ്പ് എപ്പോഴും ഞാൻ റിഫ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സാധനം സ്റ്റക്കായി പോകും. എല്ലാ 3 ദിവസവും ഞാൻ കളയും. സാങ്കേതികം എടുക്കാൻ കഴിയുമല്ലോ. ഇല്ല, അവർക്ക് കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ മൊഴി ക്രൈംബ്രാഞ്ചിന് ബോധ്യമുണ്ടായിരുന്നു. ഷോൺ എന്തുകൊണ്ടാണ് ദിലീപ് ആവശ്യം നിരപരാധിയാണെന്ന് ഷോൺ ഇത്ര ഉറപ്പ്? എൻ്റെ ഒരു ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഞാനൊരു പെൺകുട്ടിയുടെ പിതാവാണ്. എൻ്റെ അമ്മായിച്ചന് ആക്സിഡൻ്റ് ആയതിനു ശേഷം എന്നെ ഏറ്റവും അധികം എൻ്റെ അമ്മായിച്ചനെ അന്വേഷിച്ച വ്യക്തി ദിലീപാണ്. ആ ഒരു ആത്മബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദിലീപ് അതിബുദ്ധിമാനായ ഒരു നടൻ മാത്രമല്ല, അതിബുദ്ധിമാനായ ഒരു ബിസിനസ്സുകാരനും കൂടെയാണ്. അദ്ദേഹം ഒന്നേന്ന് തുടങ്ങി ഇവിടം വരെ എത്തിയ ആളാണ്. കേരളത്തിൽ ഹാഷ്മി വിചാരിക്കുന്നുണ്ടോ ഇത്തരത്തിലൊരു ക്രൈം എൻ്റെ വ്യക്തിപരമായി ഷോൺ ജോർജിന്റെ മാത്രം ചിന്താഗതിയാണ്, ബോധ്യമാണ്. പക്ഷെ താങ്കളുടെ പിതാവ് ഈ പറഞ്ഞ അതിജീവിതയെ എന്ത് വൃത്തികെട്ട വാക്കുകൾ കൊണ്ട് അവഹേളിച്ചു ഷോൺ? അദ്ദേഹത്തോട് ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അതിനെതിരെ എത്ര കേസുകൾ ഫയൽ ചെയ്തു? അതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ പറയട്ടെ, എനിക്ക് അതിന് കൃത്യമായ ഉത്തരവുണ്ട്. ഞാൻ ആ കൃത്യമായ ഉത്തരം ഇവിടെ നിന്ന് പറഞ്ഞ അടുത്ത കേസ് എനിക്കെതിരെ വരേണ്ടി വരും. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് എൻ്റെ പിതാവ് PC ജോർജ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വ്യക്തമായി വൃത്തിയായിട്ട് ഈ ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കാശ്മീരോട് പറഞ്ഞുതരാം. കേസിലെ വസ്തുതകൾ അറിയാം. അതെ, അപ്പോൾ അതുകൊണ്ട് കേസ് കാരണം വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു 80% കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ വീണ്ടും അവമാനിച്ചതായി എനിക്കെതിരെ ഇനി അടുത്ത കേസ് കൊണ്ടുണ്ടാവും. ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ? ഷോൺ ജോർജ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഷോൺ ജോർജ് അങ്ങനെ വിശ്വസിക്കുന്നു. ആരാണ് എന്ന് വെച്ചാൽ അവരോട് പറയൂ. പറയില്ല. കോടതിയുടെ പരിഗണനയല്ലേ? ഹാഷ്മി പറഞ്ഞ പോലെ കോടതിയുടെ പരിഗണനയല്ലേ? ഷോൺ അറിയാം. എനിക്കറിയാം. ഷോൺ ഇവിടെ BJP-യിലേക്ക് പോയ നേതാക്കൾ ടോം വടക്കൻ അവിടെ കോൺഗ്രസിന്റെ ചാനലിലെ ദേശീയ മുഖമായി തിളങ്ങി നിന്ന സമയത്താണ് ടോം വടക്കൻ അങ്ങോട്ടേക്ക് പോകുന്നത്. എവിടെയാണെന്ന് അറിയില്ല, അനക്കമില്ല. ഇവിടെ ഉറപ്പായും കേരളത്തെ ദേശീയ തലത്തിൽ എവിടെ പോയെന്ന് അറിയില്ല. അൽഫോൺസ് കണ്ണന്താനം ഇവിടെ CPM പിന്തുണ MLA മനുഷ്യനാണ്. ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. DGP ജേക്കബ് തോമസ് വലിയ പ്രതീക്ഷയിൽ പോയതാണ്, എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പോട്ടെ, മെട്രോമാൻ സാക്ഷി E. ശ്രീധരൻ കേരളത്തിന് മുഖ്യമന്ത്രിയാൻ പോയ ആളാണ്. BJP-യുമായിട്ട് ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. ഞാൻ മര്യാദപരമായി പോകുമെന്നാണോ ഞാൻ ചോദിക്കുന്നത്? ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് എവിടെയോ പറഞ്ഞു. തമോഗർത്തത്തിലേക്കാണ് PC-യും ഷോണും പോകുന്നത്. ബോധ്യമുണ്ടോ എന്നാണ് ചോദ്യം. ഷോണിനോടുള്ള ഈ വലിയ കരുതലിന് എനിക്ക് അങ്ങേറ്റം കാശ്മീരോട് സന്തോഷവും സ്നേഹവും കടപ്പാടുമുണ്ട്. PC ജോർജ് പറഞ്ഞ 5 സീറ്റ് ചോദിക്കുന്നത് BJP ഏതൊക്കെയാണെന്ന് അറിയോ ഷോണിന്? അദ്ദേഹത്തോട് എനിക്കറിയത്തില്ല. 5 സീറ്റ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഏതാണ്? തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാട് അല്ലേ? 5 സീറ്റ് BJP ജയിക്കും.
അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. ഞാനൊരു സാധാ ജില്ലാ പഞ്ചായത്ത് മെമ്പറല്ല. ഞാൻ ഇതിനൊക്കെ അഭിപ്രായം പറയാൻ ഞാനാരാ? ഇപ്പോൾ പാർട്ടിയുടെ ഇത്രയും കേരളം മുഴുവൻ ഞാനൊരു കാര്യം പറയുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിച്ചിട്ടേ പറയാറുള്ളൂ. എന്നോട് പേര് ചോദിക്കരുത്. പ്ലാത്തോട്ടത്തിൽ കുടുംബത്തിൽപ്പെട്ട താങ്കളുടെ വളരെ അടുത്തറിയാവുന്ന ഒരു ബന്ധുവായ ഒരാൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ചാച്ചനോടും ഷോണിനോടും പറഞ്ഞതാണ് ഈ തീരുമാനം എടുക്കരുത് എന്ന് പറഞ്ഞതാണ്. എന്നോട് ആരും കേട്ടില്ല. പറഞ്ഞിട്ടില്ല. ഷോൺ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് PC ജോർജ് ആണോ ഷോൺ ജോർജ് ആയിരിക്കുമോ? ഒരു തീരുമാനമില്ല. പത്തനംതിട്ട എന്ന് പറയുന്നത് BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. സീറ്റ് കിട്ടിയാൽ ആരെങ്കിലും മത്സരിക്കാം? സീറ്റ് കിട്ടിയാൽ PC ജോർജാണ് മത്സരിക്കുന്നത്. ഒരു സീറ്റിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ഇത് കേരള കോൺഗ്രസ് അല്ല. ഞങ്ങളൊരു വലിയ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യ ഒട്ടുക്ക് അവർ സർവേയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു കരാറോ ഒരു ധാരണ നത്തിങ് ഒരു കരാറുകളും നമ്മൾ വെച്ചു. സുതാര്യമായി BJPയിലൊക്കെ പോയി അവിടെ ഒരു പ്യൂണിന്റെ ജോലി കിട്ടിയാൽ ഞാൻ സ്വീകരിക്കുമെന്നാണ് PC ജോർജ് പറഞ്ഞത്. അതെനിക്കറിയില്ല, കുറച്ച് അതിശയോക്തിപരമായി അത് പറയും. അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലി നിങ്ങൾക്ക് എല്ലാം അറിയാം. ലയനത്തിന് ശേഷം BJPയിലോട്ട് കയറാൻ തീരുമാനിച്ച ശേഷം അനിലാനനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ എന്നെ മെസ്സേജ് ചെയ്തു. വിളിച്ചു. എന്താ പറയുന്നത്? ഒന്നുമില്ല, മിനിങ്ങാൻ നടന്ന പ്രോഗ്രാമിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. സന്തോഷമായിട്ടുള്ള ഇന്നലെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷോൺ ജോർജിന്റെ വാദങ്ങൾ പൂർത്തിയാവുന്നു. ഇനി മറുവാദങ്ങൾ. അഡ്വക്കേറ്റ് PA പ്രജീവ്, ഇടതു സഹയാത്രികൻ, അഭിഭാഷകൻ. വെൽക്കം ശ്രീ പ്രജീവ്. PA പ്രജീവ്, ഇപ്പോൾ ഒരു 3 നാൾ മുൻപ് മുതൽ ഇനിയിപ്പോൾ PC ജോർജിൻ്റെയും കേരള ജനപക്ഷം സെക്കുലർ ഇപ്പോഴില്ല. PC ജോർജ് BJPയുടെ മുതിർന്ന നേതാവാണ്. ഷോൺ ജോർജ് നേതാവല്ല എന്ന് പറഞ്ഞാൽ പോലും നേതാവാണ്. എങ്ങനെയാകും അവരുടെ മുന്നോട്ടുള്ള ഇക്കാലം അത്രയും PC ജോർജിൻ്റെ രാഷ്ട്രീയ പ്രയാണം മൊത്തം കണ്ടുവന്നവർ കേരളമാണ്. മുന്നോട്ടുള്ള പ്രയാണം എന്തായിരിക്കും എന്നുള്ള അങ്ങനെ ഒരു ചിന്ത എന്താണ്? PC ജോർജിനെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1980 നിയമസഭയിലെത്തിയ കാലം തൊട്ട് പരിശോധിക്കുമ്പോൾ കാലാകാലങ്ങളിൽ മാറി വരുന്ന രാഷ്ട്രീയമായ അദ്ദേഹത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് വർഗീയവാദി ആകണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വിഘടനവാദിയാകണമെങ്കിൽ അങ്ങനെ, തീവ്രവാദ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ അങ്ങനെ, ഏതായാലും എൻ്റെ കയ്യിൽ പവർ വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഒരേ സമയം ശ്ലാഘിക്കാനും അത് കഴിഞ്ഞാൽ ഉടൻ അവരെക്കുറിച്ച് എന്ത് അശ്ലീലം പറയാനും മടിയില്ലാത്ത കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ചുള്ള ഒരു അശ്ലീലപക്ഷ നേതാവാണ് PC ജോർജ് എന്ന് ഞാൻ പറയും. അദ്ദേഹം ഇപ്പോൾ BJPയിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം BJPക്കാരനായി തീർന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഉടൻ തന്നെ കുറച്ച് നാളിനകം തന്നെ വീണ്ടും ഈ ജനപക്ഷം സെക്കുലർ, അതിനകത്ത് ഏറ്റവും തമാശയുള്ള വാക്ക് സെക്കുലർ എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ സെക്കുലർ എന്നുള്ളത് അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയ ശ്ലാഘിക്കലുകളുമായി കേരളത്തിലെ പൊതുജനത്തിനെ വിഡ്ഢിയാക്കാൻ വേണ്ടി PC ജോർജ് ഇനിയും കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പുണ്ടോ ഇനി കേരള ജനപക്ഷം സെക്കുലർ പുനരുജ്ജീവിക്കില്ല? ഇനി കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് വേറെ ആരും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഉള്ളിടത്തോളം കാലം ഇനി PC ജോർജിന് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കിയത് കൊണ്ടാണോ കേരളത്തിലെ ജനങ്ങൾ മുൻപേ ഉള്ളതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ കേരളത്തിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 2ാമത്തെ തുടർ ഭരണം അദ്ദേഹത്തിന് കൊടുത്തത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്? ഷോൺ ജോർജ് PC ജോർജിനെ പോലെ അടിസ്ഥാനരഹിതമായ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നയാളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെൽക്കുന്ന പരാമർശമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 1996 ഒന്ന് പറഞ്ഞോട്ടെ, 1996, 2001, 2006, 80 മുതലുള്ള ചരിത്രമുള്ള അദ്ദേഹം പറഞ്ഞത്. 96-ലും 2001-ലും 2006-ലും നിങ്ങളുടെ മുന്നണിയുടെ MLA ആയിരുന്നു. അന്ന് ഈ അഭിപ്രായം ഇല്ലായിരുന്നോ സഖാവിന്? അല്ല, അതാണല്ലോ അന്ന് എവിടെയായിരുന്നു 96-ൽ ആ മുന്നണിയുടെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്ന ആളല്ലെങ്കിൽ ചരിത്രം മുഖ്യമന്ത്രി രാജിവെക്കണം. 1980-ൽ UDFന്റെ ഭാഗമായി വന്ന് നിന്നുകൊണ്ട് അന്ന് K കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തു തന്നെ K കരുണാകരന്റെ തലയിൽ നാളികേരം ഉടച്ചുകൊണ്ട് ഈ യോഗം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അന്നത്തെ രാജീവ് ഗാന്ധി മന്ത്രിസഭയ്ക്കെതിരായി യോഗം ഉദ്ഘാടനം ചെയ്ത ആളാണ് PC ജോർജ്. ഇതേ PC ജോർജ് പിന്നീട് ചെയ്തത് എന്താണ്? ഉമ്മൻചാണ്ടിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള സോളാർ ആരോപണങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടുണ്ടോ? അല്ല, സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ്? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ മുറിയിൽ കൈലി ഉടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ ആളല്ലേ PC ജോർജ്?
സോളാർ ആരോപണത്തിന്റെ പുറകിൽ കേരള സംസ്ഥാനത്ത് നിങ്ങൾ തകർത്ത് മുതലിന്റെ കണക്ക് വരും. കേരളത്തിലെ ജനങ്ങൾ ഓരോരുത്തർക്കും അറിയാം പി സി ജോർജിന്റെ ഓരോ വാക്കുകൾ. ഹിന്ദുമത സമ്മേളനത്തിൽ ഹാഷ്മി ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഹിന്ദുമത സമ്മേളനത്തിന്റെ വിഷ്വൽസ് ഹാഷ്മി ഇവിടെ കാണിച്ചു. ആ ഹിന്ദുമത സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ബാക്കി എന്താണ് ഹിന്ദുക്കളോട് പറയുന്നത്? നിങ്ങൾ ഓരോരുത്തരും 4 കുട്ടികളെയെങ്കിലും സൃഷ്ടിക്കണം. ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്ന, ഞാൻ ചോദിക്കട്ടെ, ഷോൺ ജോർജ് 4 കുട്ടികളെ സൃഷ്ടിക്കുമോ? 4 ഒരുപടി മോളിലാണ്. എനിക്ക് 5 പിള്ളേരുടെ സംഭവം. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളോട് യോജിക്കില്ലെന്ന് ഭാര്യ സമ്മതിക്കാത്തോണ്ടല്ലേ എനിക്ക് 5 മനോഭാവത്തോടു കൂടി ഇത്തരത്തിൽ സങ്കുചിത മനോഭാവത്തോടു കൂടിയുള്ള ആഹ്വാനങ്ങൾ നടത്തുന്ന പി സി ജോർജിന്റെ രാഷ്ട്രീയ നിലപാടിനെ വെറും ബാലിശമായിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ജനം വിലയിരുത്തേണ്ട കാര്യമല്ലേ? ഇത്രയും വർഗീയവാദിയായ പി സി ജോർജിന്റെ മകൻ ഇവിടെ ഒരു ദുഃഖ പ്രകടനം നടത്തിയതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ മതപരിവർത്തനം നടത്തിയതിൽ ഷോൺ ജോർജിന്റെ ഒരു വല്ലാത്ത വേദന അദ്ദേഹം ഇവിടെ ഷോ ചെയ്തു. എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ വേദന ഹിന്ദുവായ അദ്ദേഹത്തിന്റെ ഭാര്യയെ ക്രിസ്ത്യാനിയാക്കി മാറ്റിയതിൽ വന്ന വേദന അദ്ദേഹം പ്രകടിപ്പിക്കാൻ BJP-യിൽ ചേർന്ന് 3-ാമത്തെ ദിവസം വേണ്ടി വന്നു. ഞാൻ ആദ്യമായി ഇത് പറയുന്ന ഇവിടെയല്ല. രാഹുൽ ഈശ്വറുമായി നടത്തിയ ഈ 2020 നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോയിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഞാൻ രാഹുലുമായി നടത്തിയ ചർച്ചയിൽ 2018 ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ നമ്മൾ ഉള്ള പ്രതികരണത്തിൻ്റെ ഇടയിൽ ഞാൻ ഇന്നല്ല പറഞ്ഞു, ഞാൻ അന്നേ അതിന് BJP കൂടി നിയമസഭയിൽ പോയി തുടങ്ങിയ കാലമാ. അതുകൊണ്ട് തന്നെ കറുപ്പ് വിട്ട് നിയമസഭയിൽ പോയതിൽ മനസ്സിലാക്കുക, കറുപ്പ് വിട്ട് നിയമസഭയിൽ പോയതിലും ശബരിമല വിഷയത്തിൽ പിണറായി വിജയനെതിരെ നിലപാട് സ്വീകരിച്ചതിലും അഭിമാനിക്കുന്നു എന്ന് പറയാൻ ഒരു മടിയില്ല. ഷോണിലെ പ്രശ്നം എന്താ? ഇപ്പം ഷോൺ തന്നെ പറഞ്ഞു പി സി ജോർജ് പലതും ഔട്ട്സ്പോക്കൺ ആണെന്ന് ഷോൺ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ പി സി ജോർജ് പറഞ്ഞു ഇപ്പം സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ പറ്റി പറയുന്ന എല്ലാത്തിന്റെയും ഒരു പിതൃത്വം ഷോൺ ഏറ്റെടുക്കേണ്ടതില്ല. അതിന്റെ വഴിക്ക് ഞാൻ പ്രിജി പറയുമ്പോഴത്തേക്ക് ഷോൺ നിൽക്കൽ പിടിക്കണ്ട. ഞാൻ പറഞ്ഞു സോളാർ ഉമ്മൻചാണ്ടിയെ പറ്റി ഇല്ലാത്ത കഥ ഞാൻ പറഞ്ഞു അതിന്റെ പാപഭാരം പ്രതികരിക്കണ്ടേ? അതിന്റെ പാപഭാരം ഷോൺ എടുക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ചോദ്യം, അടുത്ത ചോദ്യം. അല്ല, ഒരു മിനിറ്റ്. അദ്ദേഹം എന്നെ കുറിച്ച് പറയട്ടെ, പി സി ജോർജിനെ കുറിച്ച് പറയാൻ ഞാനാണുള്ളത്. അപ്പൊ പിതാവിനെ കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ പിതാവിനോട് പറയാ, എന്നെ കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ എന്നോട് പറയാം. എന്നെ കുറിച്ച് വല്ല പറയേണ്ട അങ്ങയുടെ രാഷ്ട്രീയത്തിലെയും ജീവിതത്തിലെയും റോൾ മോഡൽ പി സി ജോർജ് ആണ്. 100%. അപ്പൊ പിന്നെ ഇദ്ദേഹത്തിനോട് പി സി ജോർജിന്റെ നിലപാടുകളെ സംബന്ധിച്ച് ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, തെറ്റുണ്ടോ? അദ്ദേഹം ഇല്ലാത്തൊരു വേദിയിൽ ഇപ്പോ നിങ്ങൾ ചോദിച്ച ചോദ്യം, നിങ്ങൾ രണ്ടും ഒരുമിച്ചാണോ ചോദ്യം എഴുതിക്കൊണ്ട് വന്നത് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ ചോദിച്ചതിന്റെ 90% ചോദ്യം കാശ്മീർ ചോദിച്ചതാണ്. ആ ചോദ്യത്തിനുള്ള മറുപടി കൊടുത്ത പിന്നെ അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? അച്ഛനും മോനും കൂടെ ഈ BJP-യിൽ ചേർന്ന് കഴിഞ്ഞ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കും. റബ്ബർ കർഷകന്റെ താങ്ങുവില ഉയർത്താൻ പോലുള്ള ഒരു പദ്ധതി അതിനകത്തില്ല. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ 2021 250 രൂപ റബ്ബറിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? അത് ആവശ്യപ്പെട്ട നിങ്ങളുടെ മുന്നണിക്കാരനായ പരസ്യമായിട്ട് ഒരു വേദിയിലിരുത്തി പി സി ജോർജ് BJP-യിലെത്തിയതിന്റെ ഗുണം 10 ദിവസത്തിനകം റബ്ബർ കാർഷിക മേഖല ഉണ്ടായിരിക്കും. നിങ്ങൾ പറയുന്ന പോലെ അതെന്താണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. റബ്ബർ കർഷക 10 ദിവസത്തിനകം ജോർജ് BJP-യിൽ പോയത് എന്താണെന്ന് അറിയാൻ സമൂഹത്തിന് ആഗ്രഹമില്ലേ? ഇത് ഷോൺ ജോർജിന്റെ ഉറപ്പാണ്. കേരള സമൂഹത്തിന് കാലെണ്ണയുടെ പ്രയോജനം ഈ പാർട്ടി കണ്ടോ? ചേട്ടാ, കാര്യം ചോദിച്ചട്ടെ, കേരള സമൂഹത്തിൽ കാലെണ്ണയുടെ വിലയില്ല എന്ന് നിങ്ങൾ പറയുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്? ഈ ജനകീയ കോടതിയിൽ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കേരള സമൂഹത്തിൽ ചോദിക്കണ്ടേ? 10 ദിവസത്തിനുള്ള റബ്ബർ കർഷകർക്ക് വേണ്ടി ഒരു അത്ഭുതമായ തീരുമാനം ഉണ്ടാവും. താങ്ങുവില കൂട്ടും. ഞാൻ പറഞ്ഞില്ലേ, റബ്ബർ കർഷകർക്കായി വില കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ട്. ഇവിടെ ഷോൺ പറയാൻ 10 ദിവസം ഇപ്പൊ പാമ്പ്ലാനിയുമായി നടന്ന ചർച്ചകൾ നമുക്കറിയാം, അല്ലെങ്കിൽ റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട് സഭാ നേതൃത്വവും BJP ആ ചർച്ചകൾ നമുക്കറിയാം. ജോർജും ഷോണും BJP-യിലേക്ക് പോകുന്നു. ഷോൺ ആധികാരികമായി പറയുന്നു 10 ദിവസത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പ്. 10 ദിവസം കൃത്യമായിട്ട് പറയും. തീരുമാനം ഉണ്ടാകുന്നവർ ഭയപ്പെടുന്നു സർ.
10 ദിവസം നോക്കാം. അതെ, ഒരു ഭയവുമില്ല. അതുകൊണ്ടല്ലേ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ അല്ലേ ഭയപ്പെടുന്ന കാര്യമൊന്നുമില്ല. ഇതെന്താ ഇത് അടിമേടിയിരിക്കുകയാണ്. സിനിമ വല്ലോ ആണോ? ഏറ്റവും വലിയ ക്ലൈമാക്സിൽ മാത്രം വില്ലനെ കാണിക്കാനായിട്ട് CBI ഡയറക്ടർ സിനിമയിലെ സസ്പെൻസ് ഒന്നും ഇല്ലല്ലോ. ബഹുമാനപ്പെട്ട നഡ്ഡയുടെ തീരുമാനപ്രകാരമാണ് ഞങ്ങൾ പീയൂഷ് ഗോയലിനെ കാണണമെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ പീയൂഷ് ഗോയലിനെ വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നത്. എന്നോടൊപ്പം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ, രാധാ മോഹൻദാസ് അഗർവാൾ, PC ജോർജ്, എന്നോടൊപ്പം ജോർജ് ജോസഫ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ജോർജ് ജോസഫ്, ഞങ്ങൾ ഏറെക്കുറെ 3/4 മണിക്കൂർ ഞങ്ങളവിടെ വിവിധ വിഷയങ്ങൾ, ഒരു പറഞ്ഞ താങ്ങുവിലയുടെ വിഷയങ്ങൾ, അങ്ങനെ റബ്ബറിനെ കാർഷിക ഉൽപ്പന്നമാക്കി, അങ്ങനെ പല കാര്യങ്ങൾ ചർച്ച ചെയ്തു. നമ്മളൊരു സംസ്ഥാനത്ത് നിന്ന് ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു വിളയിൽ മാത്രം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികളെക്കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് സംബന്ധിച്ചു. പിന്നെ എന്തു ചെയ്യാം അതിന് ഞാനിപ്പോൾ പറഞ്ഞു, നിങ്ങളത് ഇത്രയും പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അതിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖരൻ, കൊമേഴ്സ് സെക്രട്ടറി പ്രദീപ് സിംഗ് ഭാട്ടിയ, അദ്ദേഹത്തെയും പിന്നെ ഞാൻ ഒരു കമ്മിറ്റിയിൽ വരണമല്ലേ അദ്ദേഹത്തോട് സംസാരിക്കാൻ വിശദമായിട്ട് ഞാൻ 3/4 മണിക്കൂർ അദ്ദേഹമായിട്ട് കൊമേഴ്സ് സെക്രട്ടറിയായിട്ട് വിശദമായിട്ട് പോയി സംസാരിച്ചു. ഈ മിനിസ്റ്റർമാരെയും കൊമേഴ്സ് സെക്രട്ടറിയും കൂടെ എന്തു ചെയ്യാം റബ്ബർ കർഷകർക്ക് എന്ന് പഠിക്കാൻ ഇവരെ 3 പേരെ ചുമതലപ്പെടുത്തിയിട്ടാണ്. ആ സമിതിയുടെ കാലാവധിയാണ് 10 ദിവസം പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് എനിക്ക് കൃത്യമായിട്ട് ആ സമിതിയുടെ ആലോചനകൾക്കപ്പുറത്ത് കൃത്യമായി ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ ഞാൻ പറഞ്ഞത് അവർ അംഗീകരിച്ചിട്ടുണ്ട്. ആ അംഗീകാരങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ലോക്സഭ ഇലക്ഷന് 10-20 ദിവസമുള്ളൂ. ഇപ്പം ബഡ്ജറ്റ് കഴിഞ്ഞു പോയി. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രായോഗികമായ പല ബുദ്ധിമുട്ടും. ജോർജും ഷോണും വെറുതെ BJP ചേർന്നല്ല, ഒരു ഹോംവർക്ക് ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അല്ല, ഹോംവർക്ക് അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ആ ഹോംവർക്കിന്റെ ഭാഗമായിട്ടാണ് BJPയിൽ ചേർന്ന് കഴിഞ്ഞ ഉടനെയുള്ള പത്രസമ്മേളനത്തിൽ റബ്ബറിന്റെ താങ്ങുവില, ഏല കർഷകരുടെ സംരക്ഷണം, ഈ തരത്തിലുള്ള ഗീർവാണങ്ങളെല്ലാം കാച്ചിയത്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് വീണ്ടും ഉണ്ടയില്ല വെടിയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നലെ നടക്കുന്ന ഈ ഹോംവർക്കിനിടെ ഒക്കെ നടക്കുന്നത് എന്തായാലും ഇന്നലെ അല്ലല്ലോ, ഇന്നലെ വെച്ച ബഡ്ജറ്റിൽ ഈ പറഞ്ഞ യാതൊരു പദ്ധതികളുമില്ല. ആ ഒരു സാമാന്യ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് ആ ബഡ്ജറ്റിൽ വകയിരുത്താത്ത എന്ത് സംഗതി ഇനി ഈ 10 ദിവസത്തിനകം വകയിരുത്തുമെന്നായി പറയുന്നത്? ഉണ്ടയില്ല വെടിയല്ലേ ഇത്? ഞാൻ പറയുന്നത് ഞാൻ കാണിച്ചു തന്നോളാം. മതിയേ, അങ്ങനെ മതി, കാണിച്ചു തരൂ. ഈ കോൺഫിഡൻസ് ആണ്. ആയിക്കോട്ടെ, കാണിച്ചു തരട്ടെന്നേ. ഇവരെന്തല്ല ഇവിടെ കാണിച്ചെന്ന് ഇപ്പൊ ഒരു ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ തമാശ അച്ഛനും മോനും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വെറും 12% പോലും വോട്ടില്ലാത്ത BJPക്ക് 5 സീറ്റ് കിട്ടും എന്ന് പറയുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ തമാശ അച്ഛനും മോനും കൂടെ ഷോൺ ജോർജിന്റെ ആഗ്രഹം ഏറ്റവും, അതായത് BJP A ക്ലാസ് മണ്ഡലങ്ങളായി പറയുന്ന മണ്ഡലങ്ങൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അല്ല, ജയിക്കുമെന്നല്ല, അതിൽ നിന്ന് മാറി ജയിക്കുമെന്നല്ല, കിട്ടുമെന്നല്ല. ഈ പറയുന്ന 5 മണ്ഡലങ്ങളിൽ എവിടെങ്കിലും 2ാം സ്ഥാനത്തെങ്കിലും BJPക്ക് വരാൻ പറ്റുമോ? 2ാം സ്ഥാനത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ NDAയുടെ ഭാഗമായി PC ജോർജ്, K സുരേന്ദ്രനെ അവിടെ പോയി നിന്ന് മത്സരിപ്പിച്ചു. ഷോൺ, 2019 പത്തനംതിട്ട എന്ന് പറയുന്നത് ശബരിമല നേരിട്ട് ബാധിക്കുന്ന ഒരു മണ്ഡലത്തിൽ സുവർണാവസരം എന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞ അന്നത്തെ BJP അധ്യക്ഷൻ പറഞ്ഞ ആ വർഷം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് K സുരേന്ദ്രന് സമാഹരിക്കാൻ കഴിഞ്ഞ ഏറ്റവും ടോപ്പ് പീക്ക് സമയത്ത് സമാഹരിക്കാൻ കഴിഞ്ഞ പരമാവധി വോട്ട് അത്രയുമാണ്. ആ വോട്ടുകളൊന്നും എവിടെയും അത്രയും വോട്ട് കിട്ടും. ആ വോട്ടൊക്കെ ഒരിടത്തും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. വാദങ്ങൾ മറുവാദങ്ങൾ. BJPക്കാരനായിട്ടുള്ള ഷോൺ ജോർജിനോട് ഒരു രാഷ്ട്രീയ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിണറായി വിജയന്റെ ലാവലിൻ കേസ് CBI അന്വേഷിച്ച് എന്തൊക്കെയോ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം 3 കോടതികൾ തൂക്കിവാരി എറിഞ്ഞിട്ട് ഇപ്പോ അപ്പീൽ പോയിരിക്കുന്ന ലാവലിൻ കേസ്, സുപ്രീം കോടതിയിൽ പെൻഡിങ്ങിലുള്ള ലാവലിൻ കേസ് നിരവധി പ്രാവശ്യം മാറ്റിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനും മോദിജിയും തമ്മിലുള്ള ബന്ധം കൊണ്ടാണെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് പറയുന്നത്. എന്താ ഷോൺ ജോർജിന്റെ അഭിപ്രായം? അങ്ങനെ അഭിപ്രായമുണ്ടോ ഷോൺ? ഈ കേസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂവിലും, അത് ലാവലിനായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളല്ല, എനിക്ക് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. 2, നമ്മുടെ മറ്റേ മാസപ്പടിയല്ല, നമ്മുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ED അന്വേഷണം എനിക്കറിയാവുന്ന കാര്യമല്ല. പക്ഷെ എനിക്കറിയാവുന്ന ഒരു വിഷയം CMRലുമായി ബന്ധപ്പെട്ട പിണറായി വിജയന്റെ കേസാണ്. അതിനകത്ത് ഏത് അഡ്ജസ്റ്റ്മെന്റുകൾ എവിടെ നടക്കുന്നില്ല എന്നും എനിക്ക് ബോധ്യമുണ്ട്. ഇനി ആ അഡ്ജസ്റ്റ്മെന്റുകൾ നടന്നാലും ഈ കേസ് എത്തിക്കാൻ പറ്റും എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് കൂടി ഇപ്പോൾ CBI ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ 35-36 തവണ റെക്കോർഡിലേക്ക് പോവുകയാണ്. 38 തവണ.
അപ്പൊ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ മാറ്റിവെക്കൽ നിങ്ങൾ പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നാണ് എനിക്കറിയില്ല. എന്റെ അറിവിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റും BJP ആയിട്ട് നടക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. താങ്കൾ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നാണോ? അല്ല, അപ്പോ അതൊരു എനിക്കറിയില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. താങ്കൾ പറയുന്നുണ്ടെന്നാണോ? ഞാനത് തന്നെയാണ് ഉദ്ദേശിച്ചത്. രാഷ്ട്രീയ ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. BJP, സംഘപരിവാർ, RSS, ഇദ്ദേഹത്തിന് RSSനെ കുറിച്ച് വലിയ പിടിയില്ലെന്നാ നേരത്തെ ഹാഷ്മി ചോദിച്ചപ്പോൾ പറഞ്ഞത്. അത് BJP ആണോ, കേസരി ഏത് എന്നൊക്കെയാണ് ചോദിച്ചത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എന്തായാലും BJP പോകുന്നതിന് മുമ്പ് ഈ വിചാരധാര എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് കേട്ട് കാണും. ഈ വിചാരധാരയിൽ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നത് അവർ ഞാൻ ഇപ്പൊ പറഞ്ഞ മനസ്സിലാണ്. ഇവർ വീണ്ടും വർഗീയതയാണ് പറയുന്നത്, മനസ്സിലായോ? ഷോൺ, ഉറപ്പായി വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ചോദ്യം തന്നെയാണ് വിചാരധാരയിലെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നത്. മണിപ്പൂരിലെ കലാപം ഈ പറഞ്ഞ ആ ബോധ്യം ഉണ്ടായതിനു ശേഷമാണ് ഞാൻ ഈ തീരുമാനം. നാട്ടുകാർ ചോദിക്കുന്ന സ്വതന്ത്രനായിട്ടാണല്ലോ മത്സരിച്ചത്. നിഷ്പക്ഷന്റെയും BJP-കാരനല്ല വോട്ട് മേടിച്ചാണല്ലോ. ഒന്ന് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള ഒരിക്കലുമില്ല. സ്വതന്ത്രനായിട്ടല്ല മത്സരിച്ച്, സെക്യുലറിന്റെ സ്ഥാനാർത്ഥിയായി ആപ്പിൾ ചിഹ്നത്തിലാണ് മത്സരിച്ച്. എന്റെ പാർട്ടി BJP ലയിക്കുമ്പോൾ ഇലക്ഷൻ ഈ പ്രകാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് സീറ്റിൽ ചാഴികാടൻ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അദ്ദേഹം മുന്നണി മാറി ഇപ്പം LDF നിങ്ങളൊന്ന് രാജിക്കാടനല്ലേ ഇത്? ഷോൺ ജോർജ്. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ വാദങ്ങൾ പൂർത്തിയാവുന്നു, മറുവാദങ്ങൾ പൂർത്തിയാവുന്നു. ഇനി ജഡ്ജ്മെന്റ് സമയമാണ്. സർ പ്ലീസ്. അഡ്വക്കേറ്റ് ഷോൺ ജോർജും അഡ്വക്കേറ്റ് പ്രജിയും രണ്ടാം പകുതിയിലാണ് ആവേശകരമായിട്ടുള്ള രാഷ്ട്രീയ മാനങ്ങൾ അല്ലെങ്കിൽ വളരെ വാശിയോടുകൂടിയുള്ള രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോയത്. എന്തായാലും ഈ ആകെ ഒരു ടോട്ടാലിറ്റി എന്ന് പറയാവുന്നത് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നു. കാരണം വെച്ചാൽ കേരളത്തിലെ റബ്ബർ കർഷകർക്ക് ഉള്ള ആശ്വാസ നടപടി സംബന്ധമായിട്ടുള്ള ഒരു തീരുമാനം 10 ദിവസത്തിനകം വരും എന്നാണ് BJP പ്രവേശത്തിന് ശേഷമുള്ള ഒരു മാറ്റമായിട്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറയുന്നത്. നമുക്ക് ആ 10 ദിവസം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു മര്യാദ. കാരണം വെച്ചാൽ അത് വരാൻ പോകുന്ന ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ട് വരുന്നു. പിന്നീട് ഈ പറയുന്നത് പോലെ തന്നെ കാലികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഓൾമോസ്റ്റ് എല്ലാ വിഷയങ്ങളും വന്നു. PC ജോർജിൻ്റെ രാഷ്ട്രീയ ഈ പറയുന്നത് പോലെ തന്നെ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അഡ്വക്കേറ്റ് പ്രജി വന്ന് ആദ്യം തന്നെ ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്തത്. പിന്നെ BJP പ്രവേശം എന്നുള്ള കാര്യം. അപ്പോൾ ഈ BJP പ്രവേശത്തിന് ഉള്ള കാരണങ്ങൾ ആയിട്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നമ്മളോട് പറയുന്നത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് പെട്ടെന്നൊരു ദിവസം എടുത്ത തീരുമാനമല്ല എന്നും പറയുന്നത് പോലെ തന്നെ ശബരിമല വിഷയത്തിൽ K. സുരേന്ദ്രൻ്റെ നിലപാടിനോട് യോജിച്ചുകൊണ്ടുള്ള നിലപാട് അന്നേ എടുത്തതാണ് എന്നെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുതിയ ഈ പറയുന്ന ചുവടുമാറ്റത്തിന് സാധൂകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീട് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളത് മണിപ്പൂരാണ്. മണിപ്പൂരും ക്രൈസ്തവ സമൂഹവും അത് നമ്മൾ നിഷേധിച്ച കാര്യമില്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിലും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറയുന്നത് അതായത് എനിക്ക് ഇത് വിശദീകരിക്കാൻ യാതൊരു തരത്തിലുള്ള പ്രയാസവും നേരിടില്ല എന്നാണ്. ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഒരു ഈ തത്വ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയവും പ്രായോഗിക രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ രണ്ട് രീതിയിൽ പോകുന്ന കാര്യങ്ങളാണ്. പ്രായോഗിക രാഷ്ട്രീയത്തിൽ സ്ഥായിയായിട്ടുള്ള ശത്രുതയോ സ്ഥായിയായിട്ടുള്ള മിത്രതയോ ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പ്രായോഗികം എന്ന വാക്ക് തന്നെ ഈ പറയുന്നത് പോലെ തന്നെ അതാത് കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ സിറ്റുവേഷൻസിന് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉള്ള ചുവടുമാറ്റത്തെ സ്വാധീകരിക്കുന്നൊരു പദമാണ് പ്രായോഗികം എന്നുള്ളത്. ആ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇതാണ് ഭേദം അല്ലെങ്കിൽ ഇതാണ് നല്ലത് എന്ന ഒരു തിരിച്ചറിവിലായിരിക്കണം ശ്രീ PC ജോർജും ഷോൺ ജോർജുമെല്ലാം BJP-യിലേക്ക് മാറിയിട്ടുള്ളത് എന്നതാണ്. അത് അവരുടെ ന്യായീകരണങ്ങൾ ഈ പറയുന്ന പോലെ പൊതുസമൂഹത്തിന് സ്വീകരിക്കാം, നിരാകരിക്കാം. അത് പൊതുസമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അത് ഈ പറയുന്നത് പോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതി ആയതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കണ്ടറിയേണ്ട ഒരു വിഷയമായിട്ട് തന്നെ നമുക്കത് ആ ഒരു രീതിയിൽ നിർത്തിക്കൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. താങ്ക്സ് ലോട്ട് സർ. അപ്പോൾ പൊതുസമൂഹം അത്തരത്തിൽ തീരുമാനിക്കട്ടെ PC ജോർജിൻ്റെയും ഷോൺ ജോർജിയുടെയും പുതിയ പാർട്ടി പ്രവേശനത്തിന്റെ ഭാവി. എന്തായാലും ഷോൺ ജോർജ് ഇവിടെ ജീവിതം പറയുകയായിരുന്നു, രാഷ്ട്രീയം പറയുകയായിരുന്നു. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും. IM ഗാൽവനൈസ്ഡ് സ്റ്റീൽ പൈപ്പ് ജനകീയ കോടതി. ഗുഡ് ബൈ.
പ്രായം തളർത്താത്ത പോരാട്ടങ്ങൾക്ക് ഉത്തരം നൽകാൻ ജനകീയ കോടതിയിൽ ഗ്രോ വാസു. മുഖ്യമന്ത്രിയുടെ അറിവോടെയായിരുന്നു ആ കൊലപാതകങ്ങൾ എന്ന് വാസോട്ടം കരുതുന്നുണ്ട്. പിണറായി വിജയനും മോദി സർക്കാരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിലപാടാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിപ്ലവ വഴികളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ. കോർപ്പറേറ്റുകളുടെ വഴിയിലാണ് പിണറായി വിജയൻ എന്ന് ഞാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് വേറെ തെളിവെന്തും വേണം. അങ്ങൊരു കമ്മ്യൂണിസ്റ്റ് ആണോ മാവോയിസ്റ്റ് ആണോ? ഇത് രണ്ടും തമ്മിൽ എനിക്ക് തമ്മിൽ വ്യത്യാസമില്ല. നിങ്ങൾക്കാണ് അതിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അത് കേൾക്കാനാണ് ഞാൻ വന്നത്. നിന്റെ വിശ്വാസമാണ്, നിന്റെ വീക്ഷണമാണ് പറയുന്നത്.